സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സത്യമാർഗം എന്നുള്ളൊരു ചാനൽ ഇന്ന് കാണാനിടയായി. അപ്പോൾ 1921 മുതലുള്ള ചരിത്രമാണ് പറയുന്നത്. ആരൊക്കെ എഴുതിയ ലെറ്ററുകൾ കാണിക്കുന്നത്. അപ്പോൾ ഒരു കാപ്പിരിയാണ്, കാടനാണ് എന്നുള്ളത് കാണുമ്പോൾ തന്നെ അവരെ കാണുമ്പോൾ അറിയാൻ കഴിയും. അവൻ പറയാണ്, പിന്നെ മലബാർ ജിഹാദികൾ കേരളത്തിൽ നടപ്പാക്കിയ നബിചര്യ, മലബാർ ജിഹാദികൾ കേരളത്തിൽ നടപ്പാക്കിയ നബിചര്യ, അതായത് മുഹമ്മദ് നബിയെ ആക്ഷേപിക്കുകയാണ്. മുഹമ്മദ് നബി ആക്ഷേപിക്കുകയാണ്. അവൻ ഈ പിന്നെ ക്രിസംഖിയാണോ ഏത് സംഖ്യയാണെന്ന് പറഞ്ഞത്, എന്തായാലും അവൻ കാപ്പിരിയാണ്, ഒരു ആഫ്രിക്കക്കാരനും ആയിരിക്കാം. കാരണം യാതൊരു വെളിച്ചവും പിന്നെ ഇല്ലാത്ത ഒരുത്തനാണ്. അന്ധകാരത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് അവൻ. അവന്റെ ശരീരവും മനസ്സും എല്ലാം കറുപ്പാണ്. ഇപ്പൊ മുസ്ലിങ്ങളെതിരെ മുഹമ്മദ് നബിയെ ലോകം അംഗീകരിക്കുന്ന, ലോകം വളരെയധികം ബഹുമാന പുരസ്സരം പിന്നെ അദ്ദേഹത്തിന്റെ പേര് പറയുന്ന മുഹമ്മദ് എന്ന പ്രവാചകനെ അവൻ അടച്ചാക്ഷേപിക്കുകയാണ്. അവൻ ക്രിസ്ത്യാനിയാണെന്നാണ് അവൻ പറയുന്നത്. അവന്റെ എന്താണ് സത്യമാർഗമാണ് അവന്റെ പേര്, പിന്നെ ചാനലിന്റെ പേര്. അപ്പോൾ അവൻ പറയാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ രക്ഷയ്ക്കുള്ള ഏക വഴി യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തു പാപമോചനം നേടാൻ വേണ്ടി പിന്നെ യേശു അല്ലാതെ നിങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല. അപ്പോൾ മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിക്കുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനെ ആക്ഷേപിക്കണ്ടേ? മുസ്ലിങ്ങൾ ആക്ഷേപിക്കില്ല. അതാണ് കാപ്പിരി, നീ തന്തയില്ലാത്തവനാണ്. നിനക്ക് ആരാണ് തന്തയെന്ന് അറിഞ്ഞൂടാ, നിന്റെ തന്ത ആരാണെന്ന് നിനക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്. ഏതെങ്കിലും ഒരു ക്രൈസ്തവൻ, ഒരു ക്രൈസ്തവ പുരോഹിതൻ, അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ മതവിശ്വാസി മുഹമ്മദിനെ ആക്ഷേപിക്കുന്നത് നീ കേട്ടിട്ടുണ്ടോ? കഴിയില്ല. നീ വത്തിക്കാനിലെ പോപ്പിനെ നീ എടുക്ക്. നിന്റെ എല്ലാം പിന്നെ ഏറ്റവും വലിയ ആത്മീയ ആചാര്യൻ, നേതാവ് എന്ന് പറയുന്ന ലോക നേതാവ് ക്രിസ്ത്യാനികളുടേത് പോപ്പ് വത്തിക്കാനിൽ സിറ്റിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹം പോലും മുഹമ്മദ് നബി ആക്ഷേപിക്കില്ല. കാരണം എന്ന് പറയുന്നത്, എടാ പൊട്ട പമ്പര വിഡ്ഢി, ദൈവം ജനിക്കൂല, ദൈവം മരിക്കൂല, ദൈവം മക്കളെ ഉണ്ടാക്കിയിട്ടില്ല. നീ അത് മനസ്സിലാക്ക്. നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിന്നെ കണ്ടിട്ട് നീ ഒരു കാപ്പിരിയാണ്, പക്ഷേ നിനക്ക് വിദ്യാഭ്യാസമുള്ള യാതൊരു ലക്ഷ്യവുമില്ല. കാരണം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മനുഷ്യൻ ചിന്തിക്കും, എന്താണ് ദൈവം? ഈ ആകാശങ്ങളും ഭൂമികളും ഈ സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്നവനാണ് ദൈവം. അത് യേശു ഒരു സ്ത്രീയുടെ മകനായിട്ട് ജനിച്ചു എന്ന് നീ പറഞ്ഞ, അപ്പൊ ദൈവം ജനിച്ചു. അപ്പൊ ദൈവത്തിന് അമ്മ, ദൈവത്തിന് അപ്പൻ, പിന്നെ ദൈവത്തിന് അളിയൻ, ദൈവത്തിന് അമ്മാവൻ, ദൈവത്തിന് ഇളയച്ചൻ, ദൈവത്തിന് വലിയ. എടാ പട്ടിത്തെണ്ടി, നീ അതേ മനുഷ്യന് പിറക്കുന്ന രീതിയിൽ സംസാരിക്കണം. മനുഷ്യന് വിശ്വാസ യോഗ്യമായ രീതിയിൽ വേണം നീ സംസാരിക്കാനുള്ളത്. കാരണം ഞാൻ നിന്നെ പട്ടി എന്ന് വിളിക്കുന്ന, നീ പട്ടിയേക്കാൾ അധപ്പതിച്ചവനാണ്. കാരണം നീ പന്നിയെ തിന്നുന്നവനാണ്. പന്നി എന്ന് പറയുന്നത് വെറുക്കപ്പെട്ട മൃഗമാണ്. ആളുകൾ പന്നി എന്ന് വിളിച്ചാൽ തന്നെ അവന് ദേഷ്യം വരും, അടിക്കാൻ വരും. അപ്പോൾ ആ പന്നിയെ തിന്നുന്നവനാണ് നീയെല്ലാം. പന്നിയുടെ തീട്ടവും തിന്നും. ഇപ്പതാ പിന്നെ സംഘപരിവാറുകാർ തിന്നുന്നില്ലേ, തീട്ടം തിന്നുന്നില്ലേ? അതുപോലെ നീയൊക്കെ തീട്ടവും തിന്നും, എന്തും തിന്നും. നീയൊക്കെ കൂട്ടിക്കൊടുപ്പുകാരാണ്. നീ മനസ്സിലാക്കാദ്യം, നീ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത് തന്നെ. അറബികള്, മുസ്ലിങ്ങള് ഇന്ത്യയിൽ കച്ചവടത്തിന് വന്നു. അവർ കച്ചവടം ചെയ്ത്, അന്തസ്സായിട്ട് കച്ചവടം ചെയ്ത് അവർ തിരിച്ചുപോയി. ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ വന്നു. ആരാണ്? ക്രിസ്ത്യാനികൾ. നീ പറയുന്ന നിന്റെ ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ വന്നു. എന്നിട്ട് എന്താണ് ചെയ്തത്? നീ ചരിത്രം പഠിക്കടാ, നീ ചരിത്രം പഠിക്കുക. അല്ലാതെ നീ നിന്റെ അമ്മയും നിന്റെ പെങ്ങളെയും നിന്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ നീ കൂട്ടിക്കൊടുക്കും. കാരണം നീയൊക്കെ കൂട്ടിക്കൊടുത്ത് ഇംഗ്ലീഷുകാർക്ക് കൂട്ടിക്കൊടുത്ത് ഇവിടെ അവര് ഭരണം പിടിക്കാൻ നീയൊക്കെ സപ്പോർട്ട് ചെയ്ത് പലതും നീയെല്ലാം നേടിയെടുത്ത് കൂട്ടിക്കൊടുത്തിട്ട്. അപ്പോൾ ഇവിടെ 16 ലക്ഷം ഇന്ത്യക്കാരായ ഹിന്ദു സഹോദരങ്ങളെയും മുസ്ലിം സഹോദരങ്ങളെയും അവര് കൊല ചെയ്തു. നിനക്കതറിയാം. ആ ചരിത്രം നീ പറയാത്തത്. മലബാർ ലഹളയുടെ നീ പറയുന്നത്, മലബാർ ലഹളയിൽ നീ പറയുന്നത് 1000, 2000, 3000 പേര് മരിച്ചെന്ന് നീ പറയും. ശരി, സമ്മതിച്ച്. അപ്പോൾ 16 ലക്ഷം പേര് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൊന്ന ഈ ക്രിസ്ത്യാനികളുടെ കാര്യം നീ എന്താണ് പറയാത്തത്? അതുപോലെ ആധുനിക ഈ ലോകത്ത്, അതും 50 വർഷം 100 വർഷം നീ കഴിഞ്ഞു മുമ്പുള്ള കാര്യങ്ങൾ. ഇപ്പോ ഇറാഖില്, ലെബനോണില്,
ഫലസ്തീനില്, സിറിയയില്, പിന്നെ വിയറ്റ്നാമില്, അഫ്ഗാനിസ്ഥാനില്, ഇവിടെയൊക്കെ ആളുകളെ കൊല്ലുന്ന ആരാണ്? ക്രിസ്ത്യാനികളാണ്. കൂട്ടക്കൊല എന്ന് പറയുന്ന അക്രമവും കലാപവും കൂട്ടക്കൊലയും നാട്ടില് എല്ലാത്ത വിപ്ലവവും സമാധാനക്കേട് ഉണ്ടാക്കുന്നവരും ഈ ക്രിസ്ത്യാനികളാണ്. നീ എന്നെ കൊണ്ട് പറഞ്ഞു പറയിക്കുന്നതാണ്. അതായത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ക്രിസ്ത്യാനികളാണ്. അവര് ക്ഷമിക്കണം. കാരണം യവന് ഞാൻ മറുപടി പറയാതിരുന്ന നമ്മളൊക്കെ പൊട്ടന്മാരായി പോകും. യവൻ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നീ ഇത് മനസ്സിലാക്കണം. മനസ്സിലാക്കി ചരിത്രം പഠിക്കണം. ചരിത്രം പഠിച്ചിട്ട് വന്നിട്ട് നീ ഇത് പറയാവോ? അതായത് ഒരു നല്ല ഗവൺമെന്റ് ആണ് ഇവിടെ ഇരുന്നെങ്കിൽ നിന്നെ തൂക്കിയെടുത്ത് ഇരുട്ടറയിൽ അടയ്ക്കും. നിന്നെ എന്ന് പറഞ്ഞാൽ നിന്നെയൊന്നും വെച്ചേക്കാൻ പാടില്ല. അടിച്ച് കൈയും കാലും ഓടിക്കണം. നിന്റെ പല്ല് അടിച്ച് പറിക്കണം. എങ്കിൽ നീ പിന്നെ സംസാരിക്കില്ല. കാരണം വക്രത്തരം പറയുന്നതിനും വിഡ്ഢിത്തരം പറയുന്നതിനും പിന്നെ നാട്ടില് ഇല്ലാത്ത പ്രശ്നങ്ങളാണ്. നീ ഹിന്ദുക്കളെ അങ്ങ് സോപ്പിടെയാണ്. ഹിന്ദുക്കളെയാണ് മുസ്ലിങ്ങളെല്ലാം വെട്ടിക്കൊന്നത്, കുത്തിക്കൊന്നത്, മറ്റേ നിറച്ച്. മുസ്ലിങ്ങളെ ഹിന്ദുക്കളെയാണ് ഈ ക്രിസ്ത്യാനികൾ കൊന്നത്. ഇന്ത്യയിലെ 16 ലക്ഷം പേരെയാണ് കൊന്നത്. അത് നീ പറയാത്തുണ്ട്. അതുപോലെ കൊള്ളയടിച്ചത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു. ഇംഗ്ലീഷുകാർ ഇന്ത്യ പിടിച്ചെടുക്കുമ്പോ അത് അക്രമത്തിലൂടെ മാത്രമല്ല, വഞ്ചനയിലെയും ചതിയുടെയും രൂപത്തിലാണ്. ഈ വഞ്ചിച്ചും ചതിച്ചുമാണ് പിടിച്ചെടുത്തത്. നിനക്കറിയാമോ? അപ്പൊ നീ അത് അപ്പൊ നീ അതിനെല്ലാം കൂട്ടുനിന്നത് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ക്രിസ്ത്യാനികളാണ്. അതിനവർക്ക് നേട്ടം ഉണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂസ്വത്തിന്റെ ഉടമ ആരാണെന്ന് നിനക്കറിയാമോടാ തെണ്ടി? കാപ്പിടി. നിന്റെ പേരെന്താണെന്ന് അതിൽ എഴുതി കാണിച്ചിട്ടില്ല. എങ്കിൽ ഞാൻ പേര് വിളിച്ചു പറഞ്ഞ നിന്നെ ഞാൻ തിരക്കി വരുമായിരുന്നു. നീ ഞാനുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടാൻ തയ്യാറുണ്ടാ? നീ ഇവിടെ വന്നിരുന്ന് കിളിച്ചും കൊണ്ട് ചാനലിൽ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നീ നേർക്ക് നേരെ വാ, സംസാരിക്ക്, ചരിത്രം എടുത്തു വെക്ക്, തെളിവുകൾ നിരത്ത്, ഞാനും അതിന് മറുപടി പറഞ്ഞു തരാം. നീ അതിന് തയ്യാറാവും. അല്ലാതെ വന്നിരുന്ന് യേശുവിലാണ് പിന്നെ ഈ പാപമോചനവും മറ്റതും മറിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് എങ്കിൽ യേശുവിൽ വിശ്വസിക്കും. യേശുവിൽ വിശ്വസിക്കേണ്ടെന്ന് ആരും പറഞ്ഞില്ല. യേശു എന്ന് പറയുന്നത് യേശു മാത്രമല്ല, യേശുവിനെ പോലെ, മുഹമ്മദിനെ പോലെ ഒരുപാട് പ്രവാചകന്മാർ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. അത് നീ മനസ്സിലാക്ക്. അല്ലാതെ പ്രവാചകനെ നീ ദൈവമാക്കണ്ട. നീ പറഞ്ഞ് ഇപ്പൊ മുഹമ്മദിനെ ആക്ഷേപിക്കുന്നു. പ്രവാചകനാണ്. ആ പ്രവാചകനെ നീ ആക്ഷേപിക്കുമ്പോ ഞങ്ങളുടെ പ്രവാചകനായ യേശുവിനെ ഞങ്ങൾ ആക്ഷേപിക്കില്ല. അതായത് പ്രവാചകന്റെ ഉമ്മ അല്ലെങ്കിൽ അമ്മയായ മറിയത്തിനെ ഞങ്ങൾ ആക്ഷേപിക്കില്ല. അതൊക്കെ നിന്റെയൊക്കെ തൊഴിലാണ്, നിന്റെയൊക്കെ കുലത്തൊഴിലാണ്. കാരണം നീ ഏതോ സംഘപരിവാർ ശക്തിക്ക് പിറന്നവനാണ്. നീ വെറുതെ വന്നിരുന്ന് പിന്നെ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതാണ്. കാരണം അല്ലാതെ ഒരു സത്യക്രിസ്ത്യാനിക്ക് യാതൊരു കാരണവശാലും മുഹമ്മദിനെ ആക്ഷേപിക്കാൻ കഴിയില്ല. നബിയ, അതായത് പ്രവാചകനായ മുഹമ്മദിനെ ആക്ഷേപിക്കാൻ യാതൊരു കാരണവശാലും ഒരു സത്യക്രിസ്ത്യാനി തയ്യാറാവില്ല. കാരണം പ്രവാചക പരമ്പര അവസാനിക്കുന്നതിന് മുഹമ്മദ് നബിയിലാണ്. പൊട്ട, വെഡ്ഡി, പമ്പര വെഡ്ഡി, തന്തയില്ലാത്തവനെ, ആണത്തമില്ലാത്തവനെ, ആണും പെണ്ണും കെട്ടവനെ നിന്നോട് പറയുകയാണ്. ആദമിലും ഹവ്വയിൽ നിന്നുണ്ടായ മനുഷ്യരാണ് ഈ ലോകത്ത് കാണുന്നതെല്ലാം. അത് നീ വിശ്വസിക്കേണ്ട. നീ കാപ്പിരിയാണ്. കാരണം നിനക്ക് വിദ്യാഭ്യാസവും വിവരമില്ല. നീ ഏതെങ്കിലും നല്ല സത്യക്രിസ്ത്യാനിറ്റി എന്ന് ചോദിച്ചു നോക്കണം. നമ്മൾ ആരുടെ മക്കളാണ് എന്ന് ചോദിച്ചു നോക്കണം. അപ്പൊ പറഞ്ഞു തരും. ആദമിന്റെയും ഹവ്വയുടെയും മക്കളാണ് നമ്മൾ എന്ന്. ഞാൻ മുസ്ലിമും. നീ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത് നീ സംഘപരിവാറിന്റെ മോനാണെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ശരി, നീ പറഞ്ഞതുകൊണ്ട് നീ ക്രിസ്ത്യാനിയായിരിക്കും. ഇവിടെയുള്ള യഹൂദന്മാരും ഈ 3 വിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്നത്, ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്, ഈ ലോകത്തുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ആദമിന്റെയും ഹവ്വയുടെയും സന്തതികളാണെന്നാണ് ഇന്ന് കാണുന്ന ലോകം മൊത്തം. അപ്പൊ നമ്മളൊക്കെ സഹോദരങ്ങളാണ്. അപ്പോ പ്രവാചക പരമ്പര തുടങ്ങുന്നത് തന്നെ ആദമിൽ നിന്നാണ്. അത് അവസാനിക്കുന്നത് മുഹമ്മദ് നബിയിലാണ്. അപ്പൊ ഈ പൊട്ടത്തരം നീ പറയുമ്പോൾ അതിനെപ്പറ്റി ആലോചിക്കണം, ചിന്തിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടല്ല. ദൈവം ജനിക്കൂല, ദൈവം മരിക്കൂല, ദൈവം ആരെയും ജനിപ്പിക്കൂല, ദൈവം സൃഷ്ടിക്കുകയുള്ളൂ. ദൈവത്തിന് അമ്മയില്ല, ദൈവത്തിന് അച്ഛനില്ല. അപ്പൊ നീ പറഞ്ഞ കണക്കിനാണെങ്കിൽ ദൈവം പിന്നെ മറിയമിന്റെ ഉദരത്തിലാണല്ലോ വളർന്നത്. അപ്പൊ ആ സമയം ദൈവം ഈ ലോകം എങ്ങനെ കൺട്രോൾ ചെയ്ത്? പ്രസവിച്ച് കുട്ടിയായിരുന്നപ്പോ എങ്ങനെ കൺട്രോൾ ചെയ്ത്? പിന്നെ നീ തന്നെ പറയുന്നത് മനുഷ്യന്റെ പാപമോചനത്തിന് വേണ്ടി കുരിശിലേറി. ദൈവത്തിനെ കൊല്ലാൻ ആർക്കെങ്കിലും കഴിയും? നീ ഇത്രയും വിഡ്ഢിത്ത് പറയുന്ന നീ ഒരു മനുഷ്യനാ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നീ മൃഗമാണ്. നീ പന്നിക്കും താഴെയാണ്. അതിന് താഴെ വേറെ ഏതെങ്കിലും മൃഗം ഉണ്ടാകുന്ന എനിക്ക് അറിഞ്ഞൂടാ. കാരണം നീ മനസ്സിലാക്കാനുള്ളത്, ദൈവം മരിച്ചാൽ തീർന്നില്ലേ ഈ ലോകം? അപ്പൊ ദൈവത്തിന് ആരടാ കൊല്ലുന്നത്? അത് മാത്രം, ദൈവത്തിനെ കൊന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അത് നിന്നെ പോലുള്ള ചെറ്റകൾ വിശ്വസിക്കുന്നു.
ദൈവത്തിന്റെ മകനാണെന്ന് ഒരു പ്രാവശ്യം പറയുന്നു, പിന്നെ ദൈവം തന്നെയാണെന്നും പറയുന്നു. അത് ചെയ്തത് യഹൂദന്മാർ. അന്ന് മുസ്ലിങ്ങൾ പിന്നെ അവിടെ മുഹമ്മദിന്റെ ആൾക്കാർ അവിടെ ഇല്ലായിരുന്നല്ലോ, യഹൂദന്മാരല്ലേ ഉള്ളായിരുന്നു. അപ്പോ യഹൂദന്മാരാണ് കൊന്നതെന്ന് പറയുന്നത്. അപ്പൊ ആ യഹൂദന്മാരുമായിട്ട് ഇങ്ങനെ ദൈവത്തിനെ കൊന്ന അല്ലെങ്കിൽ ദൈവപുത്രനെ കൊന്ന യഹൂദന്മാരുമായിട്ട് നിങ്ങൾ പിന്നെ കമ്പനി ആയിട്ട് നടക്കുകയാണ്. അവരുമായിട്ടാണ് നിങ്ങളുടെ സൗഹൃദം. അപ്പൊ നീയൊക്കെ ആരായി? അതായത് സ്വന്തം ദൈവത്തെ വിറ്റവന്മാരാണ് നിങ്ങൾ. എന്നിട്ട് ആ ദൈവത്തിനെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ എന്താ പൊട്ടത്തരമാണ്. അപ്പൊ നിന്നെ ആരെങ്കിലും വിശ്വസിക്കുമോ നീ പറയുന്നത്? അതായത് ഒരു ലോജിക്ക് വേണ്ടേ പറയുന്നതിന്, ജനങ്ങളുടെ ഇടയിൽ പറയുന്നതിന്. നീ തന്നെ പറയുന്നു ദൈവം കുരിശിലേറി. ദൈവം താനേ പോയി കുരിശിലേറിയല്ല, യഹൂദന്മാർ പിടിച്ചോണ്ട് വന്ന് കുരിശിലേറ്റി എന്നല്ലേ വിശ്വസിക്കുന്ന. പക്ഷെ ഞങ്ങള് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന യേശുവിനെ കുരിശിലേറ്റിയിട്ടില്ല, യേശുവിനെ ആരും കൊന്നിട്ടുമില്ല. യേശു സ്വർഗത്തിലുണ്ട്, യേശു തിരിച്ചു വരും, ഈ ലോകം ഭരിക്കും 40 വർഷം. അന്ന് നീ, നിന്റെ മക്കൾ അല്ലെങ്കിൽ നിന്റെ തന്തയല്ല, തന്തയൊക്കെ ചത്തുപോയില്ലേ, അപ്പോ നീയും ഞാനും ജീവിച്ചിരിക്കുകയാണെങ്കിൽ, കാര്യം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തായാലും വരാൻ സാധ്യതയില്ല, അതിനുശേഷമുള്ള തലമുറ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ യഹൂദന്മാരും ആ ഭരണത്തിൽ തൃപ്തിയാവും. നമ്മളെല്ലാം യേശുവിൽ വിശ്വസിക്കും. യേശുവിൽ വിശ്വസിക്കുന്ന ഇസ്ലാം മതം. ലോകത്തിലെ ആദ്യത്തെ മതം എന്ന് പറയുന്നത് ഇസ്ലാം മതമാണ്. ദൈവത്തിന്റെ മതം എന്ന് പറയുന്നത് ഇസ്ലാം മതമാണ്. അല്ലാതെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നിന്റെ അടുത്ത് ആദ്യം ഏത് മതക്കാരനായിരുന്നു? ക്രിസ്ത്യാനിയായിരുന്നു. കാര്യം ക്രിസ്ത്യൻ മതം എന്നാണ് ഉണ്ടായത്. നീ ചരിത്രം പഠിക്കുക. അതായത് വിഡ്ഢിത്തരം വന്നിരുന്നു ചാനലിൽ വിളമ്പുന്നതിന് മുമ്പ് നീ ചരിത്രം പഠിക്കണം. ക്രിസ്ത്യാനി ഉണ്ടായത് ഈസ, അതായത് യേശു ക്രിസ്തുവിന് ശേഷമാണ്. യേശു ക്രിസ്തുവിന് മുമ്പ് ക്രിസ്ത്യൻ മതമില്ല. യേശു ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോഴും ക്രിസ്ത്യൻ മതമില്ല. യേശു ക്രിസ്തു മുസ്ലിം ആയിരുന്നു. എടാ പൊട്ട, നീ ആദ്യം മനസ്സിലാക്കാനുള്ളത് മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിം എന്ന് പറയുന്ന വാക്ക് അറബി വേർഡാണ്, അനുസരണയുള്ളവനെന്നാണ്. ആരെ അനുസരിക്കുന്നു? ദൈവത്തിന്, അതായത് സൃഷ്ടാവിനെ. മലയാളത്തിൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്, സൃഷ്ടാവിനെ പിന്നെ അനുസരിക്കുന്നവനാണ് മുസ്ലിം. മുസ്ലിം എന്ന് പറയുന്ന വാക്ക് അറബി വേർഡാണെന്നേ ഉള്ളൂ. അറബിൽ മുസ്ലിം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ദൈവവിശ്വാസി എന്ന് പറയുന്നു. അപ്പൊ ദൈവവിശ്വാസികളാണ്, അതാണ് ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. നീയും ഞാനും വേറെ ആരായിരുന്നാലും, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ജൈനനാവട്ടെ, ബുദ്ധനാവട്ടെ, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ മലക്കുകളിൽ വിശ്വസിക്കുന്നുണ്ടോ? അവസാന നാള്, ഈ ലോകം അവസാനിക്കുമെന്ന് ഖിയാമത്ത് നാളെന്നാണ് അറബിൽ പറയുന്നത്. അന്ത്യനാളിൽ വിശ്വസിക്കുന്നുണ്ടോ? അവനാണ് മുസ്ലിം. അപ്പൊ അത് മനസ്സിലാക്കുന്നേ. അപ്പൊ നിനക്ക് ചിന്തിക്കാൻ ഇനിയും സമയമുണ്ട്. ബുദ്ധി എപ്പോഴാണ് ദൈവം തമ്പുരാൻ തരുന്നതെന്ന് അറിയാൻ നോക്കില്ല. അല്ല, നീ പറയരുത്, വെറുതെയെങ്കിലും പറഞ്ഞ ജനങ്ങൾ അത് വിശ്വസിക്കില്ല. ദൈവം ജനിക്കും, അപ്പൊ ദൈവത്തിന് അമ്മ, ദൈവത്തിന് അപ്പൻ, ദൈവത്തിന് അമ്മാവൻ, ദൈവത്തിന് അളിയൻ. അത് ദൈവം ഇതിനൊക്കെ അതീതനായ, എല്ലാവരും സൃഷ്ടിച്ച ഈ ലോകത്തിനെ എല്ലാം എങ്ങനെയാണ് എടുത്തു നിർത്തി? ആകാശത്തോട്ട് നീ മലർന്നു നോക്ക്, ഭൂമിയിലെ താഴോട്ട് നീ നോക്ക്, പരിസരങ്ങളൊക്കെ വീക്ഷിക്ക്, പക്ഷികളെയും പറവകളെയും പിന്നെ മൃഗങ്ങളെയും ഒക്കെ നീ സൂക്ഷിക്കും. മനുഷ്യനെ നോക്ക്, മനുഷ്യനെ ഏത് രീതിയിൽ രൂപപ്പെടുത്തി, ആരുണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി? അപ്പൊ മനുഷ്യന്റെ രൂപത്തിൽ ദൈവം വന്ന നീ പമ്പര വിഡ്ഢിയായി പോലെ. നീ മനുഷ്യനാ, നീ മൃഗത്തിനും താഴെയാണ്. അതായത് ദൈവം എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകനാണ് യേശു ക്രിസ്തു. ആ പ്രവാചകൻ നാളെ ഒരു സമയത്ത് വരും, വന്ന് ഈ ലോകം ഭരിക്കും 40 വർഷം. അതിനുശേഷം അദ്ദേഹം ഭരിക്കും. കാര്യം അദ്ദേഹം മരിച്ചിട്ടില്ല. നീയൊക്കെയാണ് ഈ തെണ്ടിത്തരം പറയുന്നത്. യേശു ക്രിസ്തുവിനെ അവർ കുരിശിലേറ്റി, അവർ മറ്റത് കയറ്റി, മറിച്ചേറ്റി. ഇല്ല, യേശു ക്രിസ്തു മരിച്ചിട്ടില്ല, യേശുവിനെ കുരിശിൽ മരിച്ചിട്ടില്ല. അതാണ് ഞങ്ങളുടെ വിഷയം. ഞാനിത് പറയാനെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ വ്രണപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, മതവിശ്വാസം. നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാം. പക്ഷെ ഇതുപോലുള്ള ചെറ്റുകൾ വന്നിരുന്ന് സംസാരിച്ച് നമ്മുടെ മുഹമ്മദ് നബിയ ലോകം അംഗീകരിക്കുന്ന, ലോകത്തിലുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന മുഹമ്മദ് നബിയെ ആക്ഷേപിച്ചാൽ എനിക്ക് ഈസായ, അതായത് യേശുക്രിസ്തുവിനെ ആക്ഷേപിക്കാൻ കഴിയില്ല, മറിയത്തിന് ആക്ഷേപിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നവരാണ് മറിയമിന്റെ മകനും. ഇന്നലെ വേറൊരു വേർത്തം വന്നിരുന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി എന്നാണ് അവൻ പറയുന്നത്. അവനും ചിലപ്പോൾ സംഘപരിവാറിന്റെ പിന്നെ സന്തതിയല്ലോ ആയിരിക്കും, ജാരസന്തതിയായിരിക്കും. പറയാനൊക്കില്ല. എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചാലല്ലേ അറിയാം ഇവിടെ ആരാണ് തന്തയെന്ന്, അല്ലാതെ ആരെങ്കിലും പറയാനൊക്കൂ? അപ്പോ അവരെല്ലാം വന്നിരുന്ന് വെറുതെയെങ്കിലും വീഴുന്ന വിഡ്ഢിത്തം വിളമ്പയാണ്. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ് മറിയമിന്റെ മകൻ ഈസ, അതായത് യേശു ക്രിസ്തു. അതിന് നമ്മൾ അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, വ്യഭിചരിച്ചുണ്ടായെന്ന് പറയുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ
ഏതെങ്കിലും ഒരു മതവിശ്വാസി പറയുന്നെങ്കിൽ അവനെ കൊണ്ടുപോവാ, അവന്റെ തല എടുത്തു തരാൻ ഞാൻ. സംശയം ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോവാ. ഒരു തന്നെ വിളിച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും അല്ല, ഈ ആരിഫിനെയും ജാമിദായെ അങ്ങനെയുള്ള തെണ്ടികളെ അല്ലേ വിളിച്ചിട്ടുണ്ടാവില്ല, മതവിശ്വാസിയെ കൊണ്ടുവരണം. 5 നേരം പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന ഒരു മുസ്ലിമിനെ വിളിച്ചിട്ട് വന്നിട്ട് അവരൊന്ന് ആക്ഷേപിക്കാൻ പറഞ്ഞാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ നിന്നെ ആക്ഷേപിക്കാത്ത കാരണം അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ശരി, നിനക്ക് മറുപടി ഇപ്പൊ തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ഇനിയും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതുവരേക്കും നന്ദി, നമസ്കാരം.